ഹൈ ഓൾ വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. IPL T20ക്ക് ശേഷം കേരളയുടെ ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുകയാണ്. KCL T20 സെപ്റ്റംബർ 2 ആരംഭിച്ച് 18 വരെ ആയിരിക്കും ആദ്യ ടൂർണമെൻറ്റ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണ്. കേരളത്തിലെ കളിക്കാർക്ക് കൂടുതൽ അവസരം നൽകാൻ ഇത് ഒരു കാരണമാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. IPLൽ കേരളയുടെ ടീം മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും 2011 കൊച്ചി ടസ്കേഴ്സ് പുറത്താവുകയായിരുന്നു. അതോടെ IPLൽ കേരളയ്ക്ക് ഒരു പുതിയ ടീമില്ല. എന്നാൽ തുടർന്ന് കേരളത്തിൻ്റെ ഒരു ടീം IPLിലേക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. KCLൻ്റെ ബ്രാൻഡ് അംബാസഡറായി നമ്മുടെ ഏവരെയും പ്രിയ താരമായ മോഹൻലാലാണ്. അതുപോലെ ഐക്കൺ ഓഫ് ദ ടൂർണമെൻറ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ തന്നെയാണ്. സഞ്ജു സാംസണാണ് ഇന്നലെ KCLൻ്റെ ലോഗോ പ്രകാശനം ചെയ്തത്. ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കാര്യവട്ടത്ത് വച്ചായിരിക്കും മാച്ചുകൾ നടക്കുക. മാത്രമല്ല ഇതിൽ നിലവിൽ 6 ടീമുകളാണ് ആദ്യം ഉള്ളത്. ട്രിവാൻഡ്രം റോയൽസ്, കൊല്ലം സെയിലേഴ്സ്, ആലപ്പി റിപ്പിൾസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശ്ശൂർ ടൈറ്റൻസ്, കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് എന്നിവയാണ് ടീമുകൾ. തുടർന്നുള്ള വർഷങ്ങളിൽ പുതിയ ടീമുകളും എല്ലാ ജില്ലയിലും ഓരോ ടീമുകൾ വരും എന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെ ആരൊക്കെയാണ് ഇതിൻ്റെ ഓണേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം റോയൽസിനെ ഓൺ ചെയ്യുന്നത് സിനിമാ സംവിധായകനായ പ്രിയദർശനും ജോസ് തോമസ് പട്ടാറയുമാണ്. ഏരീസ് കൊല്ലത്തിൻ്റേത് സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ ഷോൺ റോയുടെ ഏരീസ് ഗ്രൂപ്പാണ്. ആലപ്പി റിപ്പിൾസിൻ്റേത് കോൺസോൾ ഷിപ്പിംഗ് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡാണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എനിഗ്മാറ്റിക് സ്മൈൽ റിവാർഡ്സ്. തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ഓൺ ചെയ്യുന്നത് ഫിനസ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡാണ്. അതുപോലെ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെ EKK ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡാണ് ഓൺ ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ ഓപ്ഷൻ നടക്കുകയായിരുന്നു. അതിൻ്റെ വീഡിയോസ് തുടർന്ന് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് us ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.